ഒരു കലണ്ടർ മാസത്തിൽ നിങ്ങളുടെ സേവിങ്സ് കറണ്ട് അക്കൗണ്ടുകളിൽ സൂക്ഷിക്കേണ്ട ശരാശരി തുകയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് എന്ന് പറയുന്നത്. MAB എന്നാണ് ഇതിനെ ചുരുക്കി വിളിക്കുന്നത്. മിനിമം ഡെയിലി ബാലൻസിൽ നിന്നും വ്യത്യസ്തമായാണ് MAB കണക്കാക്കുന്നത്. മാസത്തിൽ ഉടനീളമുള്ള നിങ്ങളുടെ പ്രതിദിന ക്ലോസിംഗ് ബാലൻസുകളുടെ ശരാശരിയെ അടിസ്ഥാനമാക്കിയാണ് MAB കണക്കാക്കുന്നത്. ഓരോ മാസാവസാനത്തിലും നിങ്ങൾ ആവശ്യമായ MAB നേടിയിട്ടുണ്ടോ എന്ന് ബാങ്ക് കണക്കാക്കും. ഇനി ഒരു മാസത്തെ മന്ത്ലി ആവറേജ് ബാലൻസ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ബാങ്കുകൾ പിഴ ചുമത്താനും സാധ്യതയുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിൽ ആരോഗ്യകരമായ പുരോഗതി പിന്തുടരാൻ സഹായിക്കുന്ന പ്രതിമാസ സാമ്പത്തിക ചെക്ക് പോയിൻ്റാണ് MAB എന്ന് പറയാം. ബാങ്കുകൾ തങ്ങളുടെ ഫണ്ടുകൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ നിങ്ങളെ MABയെ ആശ്രയിക്കുന്നു. നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന പണം വായ്പയെടുക്കുന്നവർക്ക് ക്രെഡിറ്റ് നൽകാനും മ്യൂച്വൽ ഫണ്ടുകളും സെക്യൂരിറ്റികളും പോലുള്ള സാമ്പത്തിക മേഖലകളിൽ നിക്ഷേപിക്കാനും ബാങ്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ബാങ്കിൻ്റെ സ്ഥിരത നിലനിർത്താൻ സഹായിക്കുന്നു എന്നു മാത്രമല്ല, നിങ്ങളുടെ നിക്ഷേപങ്ങളെ പരോക്ഷമായി സംരക്ഷിക്കുകയും ചെയ്യുന്ന വിശാലമായ സാമ്പത്തിക സ്ഥിരത സംഭാവന ചെയ്യുന്നു. MAB നിലനിർത്തുന്നതിൽ പരാജയപ്പെടുന്നത് പ്രതിമാസ മെയിൻ്റനൻസ് ഫീസ് മുതൽ ചില സന്ദർഭങ്ങളിൽ അക്കൗണ്ട് ക്ലോഷർ വരെ പെനാൽറ്റികളിലേക്ക് നയിച്ചേക്കാം. നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് MABക്ക് മുകളിലാണെന്ന് ഉറപ്പാക്കുന്നതിലൂടെ ഈ അനാവശ്യ നിരക്കുകൾ ഒഴിവാക്കാൻ സാധിക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയുടെയും ഉത്തരവാദിത്വത്തിൻ്റെയും പ്രതിഫലനമാണ് നിങ്ങളുടെ MAB. ആവശ്യമായ ബാലൻസ് സ്ഥിരമായി നിലനിർത്തുന്നത് ലോണുകൾക്കോ ക്രെഡിറ്റ് കാർഡുകൾക്കോ വേണ്ടി അപേക്ഷിക്കുമ്പോൾ പ്രയോജനകരമായ സാമ്പത്തികം കൈകാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കം അളക്കാൻ ബാങ്കുകൾ പലപ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ MAB വിലയിരുത്തുന്നു. MAB ആവശ്യകതകൾ നിറവേറ്റുന്നത് പലപ്പോഴും അധിക ബാങ്കിംഗ് ആനുകൂല്യങ്ങളോടൊപ്പമാണ്. ഇതിൽ മുൻഗണനാ പലിശ നിരക്കുകളും വിവിധ സാമ്പത്തിക ഉൽപ്പന്നങ്ങളുടെ കിഴിവുകളും ഉൾപ്പെടാം. വിശ്വസ്തരും ഉത്തരവാദിത്തമുള്ളവരുമായ ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് ബാങ്കുകൾ MAB ഒരു മാനദണ്ഡമായി ഉപയോഗിക്കുന്നുണ്ട്.